ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് തന്നെ പറയാം. നമുക്ക് ആർക്കാണ് സൗന്ദര്യം സംരക്ഷിക്കാൻ ഇഷ്ടമല്ലാത്തത്? യെസ്, ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് കഴിക്കണം. ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട്. ഓറഞ്ച്, പപ്പായ പോലെയുള്ളതൊക്കെ അല്ലേ. ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മളതിൻ്റെ തൊലി അങ്ങ് കളയും, നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങ് കഴിക്കും. അപ്പോൾ പറഞ്ഞിപ്പോൾ തൊലി ഇരുന്ന് കഴിക്കണോ താത്താന്ന് ചോദിക്കും. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ കഴിയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രോഡക്റ്റ് വേണ്ടവർ, നമുക്ക് ഷാമ്പു മാത്രം ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് കുറവാണ്. ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് സ്റ്റോക്സ് അവൈലബിൾ ആണ്. വേണ്ടവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒരുപാട് പേര് റിസൾട്ട് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളുടെ പ്രോഡക്റ്റ് ഒരു വർഷം പോലും തികയുന്നതിൻ്റെ മുന്നേ ഇത്രയും സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, പോമഗ്രാനൈറ്റ് ആർക്കൊക്കെ അറിയാം? ഈ കാണുന്ന സാധനം. അപ്പോൾ ഒരുപാട് സാധനത്തിനൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഇത് പറയാൻ വരുമ്പോൾ തന്നെ ചില കസ്റ്റമേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന്. നമ്മൾ പോമഗ്രാനൈറ്റ് എപ്പോഴും കുട്ടികൾക്കായാലും അല്ലെങ്കിൽ നമ്മൾ വലിയവരായാലും പോമഗ്രാനൈറ്റ് എപ്പോഴും കഴിക്കാൻ വേണ്ടി നോക്കും. എന്തിനാണ്? സ്കിൻ ഗ്ലോ ആവാൻ വേണ്ടിയിട്ട്. യെസ്, യു ആർ റൈറ്റ്. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ ഗ്ലോ ആവുക തന്നെ ചെയ്യും. സ്കിൻ ഗ്ലോ ആവുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നെല്ലിക്ക വരുന്നുണ്ട്, പപ്പായ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോമഗ്രാനൈറ്റ് വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്. ഇതിലൊക്കെ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കിൻ ഗ്ലോ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പോമഗ്രാനൈറ്റ് ഞാൻ കുറച്ച് കസ്റ്റമേഴ്സ് പേഴ്സണലി ചോദിച്ചപ്പോഴും 1-2 വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോമഗ്രാനൈറ്റ് നിങ്ങൾ ഒരെണ്ണം എടുക്കുകയാണ്, നിങ്ങളത് പീൽ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളത്തൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ ആ തൊലി കളയാണ് ചെയ്യുന്നത്. തൊലി നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു പോമഗ്രാനൈറ്റിൻ്റെ തൊലി എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം പാർന്നിട്ട് അതങ്ങ് തിളപ്പിക്കുക. 1-2 തിള മതി. തിളപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് കുടിക്കുക. അത് തിളപ്പിക്കുമ്പോൾ തന്നെ അതിനൊരു നല്ലൊരു റോസ് റെഡിഷ് കളർ വരും. അത് കുടിക്കുക. ചെറുതായിട്ടൊരു ചവർപ്പ് ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഹെൽപ്പ് ഔട്ട് യുവർ സ്കിൻ ടു ഗെറ്റിംഗ് ഗ്ലോ ആൻഡ് ബ്രൈറ്റൺ. എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇപ്പോൾ ഈ അലോപ്പതി മരുന്ന് കുടിക്കുന്ന പോലെയല്ല കേട്ടോ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കൊരു ലോങ് ഡ്യൂറേഷൻ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു അറിവ്, ഇപ്പം ഞാൻ മുമ്പത്തെ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല, ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല, വീട്ടിനുള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ വെയിൽ കൊള്ളാം. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് വേറൊരു നെഗറ്റീവ് പോർഷൻ വരും. എനിക്ക് വരുന്നൊരു കാര്യമാണ് വിറ്റമിൻ D3 ഡെഫിഷ്യൻസി. ഈ വിറ്റമിൻ D3 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഹെയർ ഫാൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഒന്ന് ചെയ്യുമ്പം ഒന്ന് കിട്ടില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഇൻടേക്ക് എടുക്കുമ്പം, ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പം ഒരു കുഞ്ഞ് വളർന്നു വരാൻ ഇപ്പോൾ 1 വയസ്സുള്ള കുട്ടിയുടെ ഗ്രോത്ത് ആണോ 10 വയസ്സുള്ള കുട്ടിക്ക് ഉണ്ടാവുക? അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്ന സമയത്തുള്ള സ്കിന്നാണ് ഒരു 5 വയസ്സായ ഉണ്ടാവുക? അല്ല. ഭക്ഷണ രീതി, കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അറ്റ്മോസ്ഫിയർ, ഇതെല്ലാമാണ് ഒരാളുടെ സ്കിൻ അപ്പിയറൻസും ശരീരവടിവും എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഇൻടേക്ക്, ഇപ്പോൾ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ സൗദിയിലോ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ എവിടെയും പഠിക്കാൻ പോയി 1 വർഷം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ നിങ്ങൾ 1-2 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ നിങ്ങൾ നീ കുറച്ചൊന്ന് കളർ വെച്ചല്ലോ, അല്ലെങ്കിൽ ഈ ഒന്ന് ഇരുണ്ട് പോയല്ലോ, അതല്ലെങ്കിൽ ഒന്ന് മെലിഞ്ഞല്ലോ, ഒന്ന് തടിച്ചല്ലോ, അങ്ങനെ നമ്മൾ കമൻറ്റ് പറയുന്നില്ല. അത് കുറച്ച് ഗ്യാപ്പ് വിട്ട് കാണുമ്പോഴാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളൊരു ഇൻടേക്ക് ശ്രദ്ധിക്കുമ്പം നിങ്ങൾക്കതൊരു ഗ്യാപ്പ് വിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. റൈറ്റ്?
അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കുടിക്കുകയാണ്, ഞാനൊരു മാസം കുടിച്ചു, എനിക്കൊരു ചേഞ്ചും ഇല്ല. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഡെയിലി കണ്ണാടിൻ്റെ മുന്നിൽ ഒരു 25 വട്ടം പോയി നോക്കി. ഇപ്പം ഞാനൊക്കെ ഇവിടെ എന്തുണ്ടോ, ഇവിടെ എന്തുണ്ടോ, ഇവിടെ എന്ത് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് നിന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് മനസ്സിലാവില്ല. പക്ഷെ നമ്മളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അവരൊക്കെ എന്നെ കാണുന്ന ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ 10 വർഷം കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും 20-ആം വയസ്സിൽ കണ്ട എന്നെ 30-ആം വയസ്സിൽ കാണുമ്പം അവർക്ക് മനസ്സിലായി ഞാൻ ഇന്നാളുടെ അവർ കുറേ നേരം എന്നെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അങ്ങ് കളർ വെച്ചല്ലോ എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോഴും ഒരു ആവറേജ് കളറുള്ള ഒരാളാണെന്ന്, ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നല്ല, വെളുത്തിട്ട് പാറിയിട്ടുള്ള ഒരാളല്ല തീർച്ചയായിട്ടും ഞാൻ. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ചേഞ്ചസ് നമുക്കതൊരു വിസിബിളായിട്ട് ഇൻടേക്ക് നമ്മൾ എടുക്കുമ്പോൾ വിസിബിളായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 6 months. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 11 പേരുടെ ബുക്കിംഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും വളരെ റിക്വസ്റ്റ് ചെയ്തിട്ട് എടുത്തതാണ്. ഞാൻ പേഴ്സണലി ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന, ഇപ്പോൾ വേണമെങ്കിൽ അതിനൊരു ബയോട്ടിൻ പൗഡർ എന്ന് പേരൊക്കെ ഇടാം. അത് ഒരുപാട് സീഡ്സുകൾ, ഈ പറയുന്ന ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനും ഹെയറിനും അത്യാവശ്യം ഒരു ലെവലിൽ നമുക്ക് തടി കുറയാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ്. ഒരു കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യാതെ നല്ല ധാന്യങ്ങളും സീഡ്സുകളും നല്ല എന്താ പറയുക ഹെർബ്സും കാര്യങ്ങളൊക്കെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോന് ഞാൻ ഒരു 3-4 മാസമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പ്ലസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് റിസൾട്ട് ഉണ്ട്, പിന്നെ എനിക്ക് അറിയുന്നവർക്കൂടെ അങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ട് കാണുമ്പോഴാണ് നമ്മൾ പുറത്തോട്ടേക്ക് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഇൻടേക്കിന് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്നും ചിലപ്പോൾ ക്യാരറ്റ് എടുക്കൽ പോസിബിൾ ആയില്ല. അപ്പോൾ മെയിനായിട്ട് ഇത് വേണ്ടി വരുന്നത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളിപ്പോൾ ഇനി പുറത്തോട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആഫ്റ്റർ റമദാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതന്നെ 50 പേർക്ക്, ഫസ്റ്റ് എടുക്കുന്ന 50 പേർക്ക് നമ്മൾ 10% ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പുറത്ത് സെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയിക്കാം. താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനൊരു ഞാനിപ്പോൾ ഫസ്റ്റ് എനിക്ക് ഹെയർ ഓയിലും ഫേസ് ഓയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ലിപ് ബാമും ഓൺ പ്രോസസ്സിംഗ് ാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോമഗ്രാനൈറ്റിനെ കുറിച്ച്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബയോട്ടിൻ പൗഡർ ആയാലും ഞാൻ അത് കൊടുക്കുമ്പോൾ ഇപ്പം എൻ്റെ കസിൻ സിസ്റ്റർക്കായാലും എൻ്റെ എളാപ്പാൻ്റെ മക്കൾക്കായാലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾക്കായാലും ഇതൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങളത് കുടിക്കൂ, 1 month കഴിക്കുക. 1 month കഴിക്കുമ്പം എത്ര വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ 1 month കഴിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്ന ഗ്ലോ എന്താണ്. നമുക്കിപ്പോൾ ചിലപ്പോൾ ഡാർക്ക് സ്പോട്ട് കുറഞ്ഞു വരും, അല്ലെങ്കിൽ സ്കിന്നിനൊരു ചെറുതായിട്ട് ഗ്ലോ കണ്ടുവരും. നമ്മൾ നാച്ചുറലായിട്ട് നമ്മളൊരു ഇൻടേക്ക്, ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ഇങ്ങനെ അടിച്ച് കയറ്റുമ്പോൾ നല്ല മാറ്റം പെട്ടെന്ന് കാണും. പക്ഷെ അതുപോലെ ആയിരിക്കില്ല നമ്മളൊരു ഇൻടേക്ക് നാച്ചുറലി. ഞാൻ ഈ ബയോട്ടിൻ പൗഡറിൽ ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോൾ ഞാനിനി ഏത് വീഡിയോ ചെയ്യുമ്പോഴും ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പടച്ച റബ്ബ് നമുക്ക് ദുനിയാവിൽ തന്നിട്ടുള്ള ഏത് കാര്യം സ്വീകരിച്ചാലും അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പം സമയമെടുക്കും. പിന്നെ എളുപ്പ വഴിയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റ്, വൈറ്റനിങ് ക്രീം പോലുള്ളതിലോട്ട് പോകുന്നത്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ നാച്ചുറൽ ചേഞ്ച്, നാച്ചുറൽ പ്രോഡക്ട്സ്, നാച്ചുറൽ ഫുഡ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ചേഞ്ചസ് ആണ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ മീൻസ് ജസ്റ്റ് ഗോ ഫോർ ലൈക്ക് ദിസ്. ഇതുപോലെ നിങ്ങൾ പോവുക. ഓക്കെ, അത്രയേ ഉള്ളൂ, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. ചിലർ ചോദിക്കുന്നുണ്ട് എന്താ തമിഴിൽ വീഡിയോ ഇടുന്നത്, അതും റിക്വസ്റ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇടുന്നതാണ്. ഒരുപാട് തമിഴ് ആളുകൾ പറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഈ ആന്ധ്ര എന്നുള്ള കസ്റ്റമേഴ്സ് പറയും തമിഴിലിട്ടാലും ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എനിക്ക് തെലുങ്ക് ഒരു ആവറേജ് ലെവലിൽ സംസാരിക്കാൻ അറിയുള്ളൂ. തമിഴ് സംസാരിക്കുന്ന അത്രയും തെലുങ്ക് എനിക്കറിയില്ല.